നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാല് വരാഹി അമ്മനക്ക് മുന്നിൽ ചെയ്യേണ്ട ഒരു വഴിപാടും കൂടെ കാമാക്ഷി അമ്മൻ എന്ന് പറയൂല്ലേ, നമ്മുടെ കാഞ്ചി കാമാക്ഷി അമ്മന്റെ മുന്നിലും നമ്മൾ ചെയ്യേണ്ടിയ ഒരു വഴിപാട്. നിറയെ പേരുടെ വീട്ടില് കാമാക്ഷി അമ്മനോട് ഫോട്ടോ വെച്ച് വഴിപാട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ അങ്ങനെയുള്ള ഈ കാമാക്ഷി അമ്മൻ ഒരാളുടെ കഷ്ടം തീർക്കാനായിട്ട് എങ്ങനെയെല്ലാം ഉദവി ചെയ്യും, ഏതെല്ലാം രീതിക്ക് ഉദവി ചെയ്യും എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത്. ഫസ്റ്റ് നമ്മൾ വരാഹി അമ്മനിക്ക് വഴിപാട് ചെയ്തതിന് ശേഷം കാമാക്ഷി അമ്മനിക്ക് വഴിപാട് മുറയായി അതിൽ കൂടെ ഒരു ചില റൂൾസ് ഫോളോ ചെയ്യണം. ഇത് വന്നിട്ട് 1-2 ദിവസം നിങ്ങൾ ചെയ്ത് നിർത്താൻ പാടില്ല. 16 ദിവസം കണ്ടിന്യൂസ്ലി ചെയ്യണം. 16 നാൾക്കളില് നമുക്ക് എന്ത് പ്രശ്നമായിരുന്നാലും എന്ത് ആവശ്യം നമുക്കിരുന്നാലും അത് റെഡിയായി കിട്ടും, നമുക്കത് നടന്നു കിട്ടും. അത് ഏത് രീതിക്കുള്ള കഷ്ടമായിരുന്നാലും ശരി, തല പോണ കാര്യമായിരുന്നാലും ശരി, അത് വളരെ ഈസി ആയിട്ട് യാതൊരു കഷ്ടവും ഇല്ലാതെ 16 നാളുകൾ കൊണ്ട് 16 ഡേയ്സ് കൊണ്ട് അത് പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് നേടിത്തരും. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു സൂക്ഷ്മമായ ഒരു മുറയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത്. ഇത് ആര് ഫോളോ ചെയ്താലും അത് തീർച്ചയായിട്ടും ശരിയാവും എന്നത് അതൊരു സൂക്ഷ്മമായ രഹസ്യമായിട്ട് തന്നെ നിലകൊണ്ടു വരുന്നതാണ്. അത് എന്താണ് ആ വിഷയം എന്ന് നമുക്ക് നോക്കാം. ഒത്തിരി എളിമയാർന്നത് പക്ഷെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു വഴിപാട്. ആ സീക്രട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, കാഞ്ചി കാമാക്ഷി അമ്മനെ കുറിച്ചുള്ള ഒരു വിഷയം. ഇത് വന്നിട്ട് നമ്മള് നമ്മുടെ വരാഹി അമ്മനക്ക് മുന്നേ ഒരു വഴിപാട് ചെയ്ത് ബീജമന്ത്രവും ചൊല്ലി അതിനുശേഷം കാഞ്ചി കാമാക്ഷി അമ്മനോട് ഒരു മന്ത്രവും ചൊല്ലണം. വരാഹി അമ്മനെയും കാമാക്ഷി അമ്മനെയും മനസ്സിൽ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഇത് ചെയ്തോളുക. ഒത്തിരി പവർഫുൾ ആയിട്ടുള്ള ഒരു വിഷയം. ഇത് വന്ന് ചെയ്യാനായിട്ട് 16 ദിവസം വേണം. 16 നാൾക്കൾക്കുള്ളില് അത് എന്ത് കാര്യമായിരുന്നാലും ശരി, നിങ്ങളാല് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഇരുന്നാലും ശരി, അത് എങ്ങനെയുള്ള വിഷയമായിരുന്നാലും ശരി, ഉടച്ചെറിഞ്ഞ് നിങ്ങൾക്ക് ഒരു വിടുതൽ കിട്ടിയിരിക്കും. അത്രയ്ക്കും ശക്തിയുള്ള ഒരു മുറ, നമ്മളെ വന്ന് രക്ഷിച്ചെടുക്കാൻ ശക്തിയുള്ള ഒരു പവർഫുൾ വഴിപാട്. ശരിയാ? സോ ഇതിനായിട്ട് എന്തെല്ലാം പൊരുൾകൾ വേണം, എങ്ങനെ ഇത് ഒരു മുറയായിട്ട് ചെയ്യണം, ഇതെല്ലാമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് പിടിച്ചിരുന്നാൽ തീർച്ചയായും ഒരു ലൈക്ക് തരണേ. മാത്രമല്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതേമാതിരിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരുകയുള്ളൂ. ഇനി നമുക്ക് ഈ മുറ ചെയ്യേണ്ടിയ റൂൾസ് എന്താണെന്ന് നോക്കാം. ഈ 16 ദിവസവും നിങ്ങൾ നോൺ വെജ് കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പീരീഡ്സ് ടൈം ആവരുത്, പുലവാലായ്മയോ അങ്ങനെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവാൻ പാടില്ല. ഇത് വന്നിട്ട് നിങ്ങൾക്ക് വീട്ടിലിരിക്കുന്ന ബാക്കിയുള്ളവർക്ക് നോൺ വെജ് കുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്, പക്ഷെ നിങ്ങൾ കഴിക്കരുതെന്നേ ഉള്ളൂ. സോ അതിനനുസരിച്ച് നിങ്ങൾ പീരീഡ്സ് ഡേറ്റ് കറക്റ്റ് ആക്കി ഇതെല്ലാം ഫോളോ ചെയ്ത് ചെയ്യാൻ പറ്റുന്നവർ മാത്രമേ ഈ വഴിപാട് ചെയ്യാവൂ. ഫസ്റ്റ് ഇതിന് എന്തൊക്കെ പൊരുളാ വേണ്ടിയതെന്ന് നോക്കാം. ഇത് വന്നിട്ട് മൺവിളക്ക്, അകൽവിളക്കില്ലയാ, അതൊരു 16 എണ്ണം വേണം. അത് വീട്ടിൽ നേരത്തെ യൂസ് ചെയ്ത പഴയതോ അതൊന്നും എടുക്കാൻ പാടില്ല. പുതിയത് തന്നെ കടയിൽ നിന്ന് വാങ്ങിയ 16 അകൽവിളക്ക് വേണം. നെക്സ്റ്റ് വേണ്ടിയ പൊരുൾ എന്താ വെച്ചാല് വെറ്റിലയാണ്. വെറ്റില വന്നിട്ട് നിങ്ങൾ ഡെയിലി ഓരോന്ന് കടയിൽ നിന്ന് വാങ്ങിയാലും മതി. അതല്ല, എബ്രോഡ് ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും, അവിടെ നിന്ന് വാങ്ങിയിട്ട് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചോളുക. ശരിയാ? 16 വെറ്റിലയും 16 അകൽ വിളക്കും. ഇനി ഈ മുറ ചെയ്യേണ്ടിയ ടൈമിങ്സ്, ഇത് എപ്പോ തുടങ്ങാം അത് നോക്കാം. ഇത് വന്നിട്ട് നിങ്ങൾ ഒരു ഭയങ്കര പ്രശ്നത്തിലിരിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്
വെള്ളിയാഴ്ചയിലിരുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് വെള്ളിയാഴ്ചയാണ്, നിങ്ങൾക്ക് ധാരാളമായി ഇന്നേ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇന്നല്ലെങ്കിൽ നിങ്ങൾക്ക് തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യാം, അതല്ലാച്ചാല് ചൊവ്വാഴ്ച ചെയ്യാം. ഇതുമല്ലെങ്കിൽ അമാവാസ്യ, പൗർണമി ഇങ്ങനെയുള്ള ദിവസങ്ങളിലും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇന്ന് വെള്ളിയാഴ്ച ആയതിനാല് ഞാൻ പറയുകയാണ്, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളുക. ഒന്നിൽ രാവിലെ ചെയ്തോളുക, അതും 7 മണിക്ക് മുന്നേ ചെയ്തോളുക. അതല്ല രാവിലെ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ വൈകുന്നേരം വിളക്ക് വെച്ചതിന് ശേഷം 6:30 മേലെ രാത്രി 12 മണിക്കുള്ളിൽ എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. സോ ഞാൻ പറഞ്ഞതുപോലെ 16 വിളക്ക് വാങ്ങി. ഇത് വന്നിട്ട് ഈ 16 വിളക്ക് ഒരേ നാളിൽ വെക്കാൻ പാടില്ല. ഒരു ദിവസത്തേക്ക് ഒരു വിളക്ക്, അതാണ് കണക്ക്. സോ 16 ദിവസം ചെയ്യണമല്ലേ, അതിനാല് 16 ദിവസത്തേക്കും ഓരോരോ ദിവസത്തേക്കും ഓരോ വിളക്ക് വെച്ച് 16 വിളക്ക് എടുത്തു വെച്ചോളുക. അങ്ങനെയാണ് നമ്മൾ വഴിപാട് ചെയ്യേണ്ടിയത്. ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ട വെച്ചാല്, നിങ്ങളൊരു വെറ്റില എടുത്തോളുക, കൂടെ ഒരു വിളക്ക്, വരാഹി അമ്മനിക്കാകെ നിങ്ങൾ ഒരു വിളക്ക് കത്തിച്ചോളുക. എന്നതിന് ശേഷം നിങ്ങളുടെ എല്ലാ പ്രശ്നവും ശരിയാവണേ എന്ന് വരാഹി അമ്മനിക്ക് പ്രാർത്ഥിച്ചോളുക. എന്നിട്ട് ഒരു വെറ്റില എടുത്തല്ലോ, അതിന്റെ കാമ്പ് വന്നിട്ട് കിള്ളിയെടുത്ത് കളയുക. ശരിയാ, ഞാൻ ഡെമോ ചെയ്ത് കാണിക്കുന്നുണ്ട്. കയ്യിൽ എങ്ങനെ വെച്ചിരിക്കുന്നുവോ അതുപോലെ വെച്ചോളുക. അതിനു മുന്നേ ഒന്ന് ചെയ്യണം, ഈ വെറ്റിലയില് ഒരു നാമം എഴുതണം. അതായത് നമ്മുടെ കഷ്ടങ്ങളെയെല്ലാം ഉടച്ചെറിഞ്ഞ് തീർക്കാൻ പറ്റിയ അത്രയ്ക്കും ഉതകുന്ന ഒരു നാമം. ഇത് വന്ന് കണ്ണിലെ നോക്കിയാലും മതി, നമ്മുടെ കഷ്ടങ്ങളെല്ലാം ഉടഞ്ഞുടഞ്ഞ് തേഞ്ഞു തേഞ്ഞു പോവും. അത്രയ്ക്കും പുണ്യമായ ഒരു നാമം. സോ ആ നാമം വന്നിട്ട് ഈ വെറ്റിലയില് എഴുതണം. വരാഹി അമ്മനെ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് നാമം വെറ്റിലയിൽ എഴുതിക്കോളുക. നാമം ഇതാണ്: ശ്രീം ട്രീം, ശ്രീം ട്രീം, ശ്രീം ട്രീം. ഇത് വന്നിട്ട് ബീജമന്ത്രത്തിൽ വരുന്ന ഒരു വാക്യം. ഈ വാക്യത്തിന് അത്രയ്ക്കും ഭയങ്കരമായ ഒരു ശക്തി ഇരിക്കുന്നുണ്ട്. ഈ ശ്രീം ട്രീം എന്ന നാമം 5 എഴുത്ത്, 5 വാക്കുകൾ കൊണ്ടുള്ളത്. ഈ നാമം നിങ്ങൾ വെറ്റിലയിൽ എഴുതി വെച്ചൂലോ. ദെൻ ഈ പിക്ചറിൽ കാണിക്കുന്നത് മാതിരി നിങ്ങൾ കയ്യിൽ വെറ്റില വെച്ചോളുക. വെച്ച് വരാഹിയമ്മനെ നന്നായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോളുക. എന്നതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാല്, കാഞ്ചി മഹാപെരിയവർ, ആ മഹാപെരിയവർ അരുളിയ കാമാക്ഷി അമ്മനോട് ഈ മന്ത്രത്തെ ഒരു തവണ ചൊല്ലുക. അതായത് ഡെയിലി ഈ വഴിപാട് നിങ്ങൾ ചെയ്യുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ ഒരു തവണ ചൊല്ലണം. ഇത് 16 ദിവസവും നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോണം. ശരിയാ? വെറ്റിലയെ നോക്കി, ആ ബേഡ്സും നോക്കിയതിന് ശേഷം നിങ്ങൾ ഈ മന്ത്രവും കൂടെ ചൊല്ലിക്കൊള്ളുക. ഇപ്പോ ഞാൻ ഈ മന്ത്രത്തെ എങ്ങനെ പറയണം, എങ്ങനെ ചൊല്ലണമെന്ന് നിങ്ങൾക്ക് ചൊല്ലിക്കാമിക്കാം. നിങ്ങളിത് നോട്ട് ചെയ്ത് വെച്ചോളുക. ഈ മന്ത്രം വന്നിട്ട് കാമാക്ഷി അമ്മനെ പ്രസാദിപ്പിക്കാനായിട്ട് കാഞ്ചി കാമകോടി മഹാപെരിയവര് ചൊല്ലിക്കൊടുത്തത്. മന്ത്രം ഇതാണ്: ഓം ശ്രീ കാഞ്ചി കാമകോടി ജഗദ്ഗുരു മഹാപെരിയവ മമ സർവവേഷം സാധയ സാധയ ആപതോ നാശയ നാശയ സമ്പതോ പ്രാപയ പ്രാപയ സഹ കുടുംബം വർത്തയ വർത്തയ അഷ്ട ഐശ്വര്യം സിദ്ധിം ഗുരു ഗുരു ബാഹിമാം ശ്രീ ജഗദ്ഗുരു തുഭ്യം നമഃ. ഓം ശ്രീ കാഞ്ചി കാമകോടി ജഗദ്ഗുരു മഹാപെരിയവ മമ സർവവേഷം സാധയ സാധയ ആപതോ നാശയ നാശയ സമ്പതോ പ്രാപയ പ്രാപയ സഹ കുടുംബം വർത്തയ വർത്തയ അഷ്ട ഐശ്വര്യം സിദ്ധിം ഗുരു ഗുരു ബാഹിമാം ശ്രീ ജഗദ്ഗുരു തുഭ്യം നമഃ. ഓം ശ്രീ കാഞ്ചി കാമകോടി ജഗദ്ഗുരു മഹാപെരിയവ മമ സർവവേഷം സാധയ സാധയ ആപതോ നാശയ നാശയ സമ്പതോ പ്രാപയ പ്രാപയ സഹ കുടുംബം വർത്തയ വർത്തയ അഷ്ട ഐശ്വര്യം സിദ്ധിം ഗുരു ഗുരു ബാഹിമാം ശ്രീ ജഗദ്ഗുരു തുഭ്യം നമഃ.
ഈ മന്ത്രം വന്നിട്ട് നിങ്ങൾ ഈ വെറ്റിലയിൽ നോക്കി തന്നെ ചൊല്ലിക്കോളുക. ഇത് ചൊല്ലിയതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ട വെച്ചാല് ഈ വെറ്റിലയെ നന്നായിട്ട് മടിച്ചിട്ട് ഒരു കവറിൽ ഇട്ട് വെച്ചോളുക. ഇങ്ങനെ 16 ദിവസവും നിങ്ങൾ ചെയ്തോളുക. ഡെയിലി ഓരോ ദീപം വെക്കണം, വെറ്റിലയിൽ എഴുതണം, വരാഹിയമ്മനെ പ്രാർത്ഥിക്കണം, എന്നിട്ട് കാമാക്ഷി അമ്മനിക്കാകെ അമ്മയുടെ മന്ത്രം ഒരു തവണ ചൊല്ലിക്കോളുക. ദെൻ വെറ്റില മടിച്ച് ഒരു ഫസ്റ്റ് ഡേ ഇട്ടില്ലേ കവർ, അതിൽ തന്നെ സെക്കൻഡ് ഡേയും ഈ 16 ഡേയ്സും ഇട്ടോളുക. ഇപ്പൊ നമ്മൾ 16 ദിവസമല്ലേ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഈ 16 നാൾ വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ആവശ്യം നടന്നു എങ്കിലും അത് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഈ 16 ദിവസവും കമ്പൽസറി ആയിട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തോളുക. ഇനി ഇടയ്ക്ക് ആക്സിഡന്റലി പീരീഡ്സ് നാൾ വന്നാൽ അത് സ്കിപ്പ് ചെയ്തോളുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളുക. ശരിയാ? 16 നാള് കംപ്ലീറ്റ് ആവുമ്പോൾ ഓരോരുത്തര് അവരവരുടെ ശക്തിക്ക് തകുന്ന മാതിരി, അതായത് നമുക്ക് പറ്റുന്ന മാതിരി ഒരു ചില കാര്യങ്ങളും ചെയ്യാറുണ്ട്. അതിൽ വന്നിട്ട് ഈ പച്ച കളറിലുള്ള പുടവ സാരി ഇരിക്കുമില്ലേ, ദാറ്റ് മീൻസ് കാമാക്ഷി അമ്മനിക്ക് ഇഷ്ടപ്പെട്ട കളർ, അമ്മനോടെ കളർ എന്ന് പറയുമ്പോൾ അത് പച്ച കളറാണ്, ആദിപരാശക്തിയുടെ പ്രതിരൂപം. അപ്പോ ഈ പച്ച കളറിലുള്ള സാരിയോ വളകള് ജാക്കറ്റ് ഇതൊക്കെ വാങ്ങിയിട്ട് ഏതെങ്കിലും സുമംഗലിക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തോളുക. അത് കല്യാണമാകാത്ത കന്യകയ്ക്ക് കൊടുത്താലും മതി. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കൊടുത്തോളുക. ഇപ്പൊ ഒന്നുകിൽ 1 കൊടുക്കുക, ഇല്ലെങ്കിൽ 3 കൊടുക്കുക. ഓഡ് നമ്പേഴ്സിലേ കൊടുക്കാൻ പാടുള്ളൂ. ശരിയാ? അവരവരുടെ നില അനുസരിച്ച് നമുക്ക് എത്ര പൈസ കയ്യിലുണ്ടോ അതനുസരിച്ച് നമ്മുടെ ശക്തിക്ക് തകർന്ന മാതിരി നമ്മൾ കൊടുത്തോളുക. അത് 16 ദിവസം മുടിച്ചതിന് അപ്പുറം. അതല്ല ഡ്രസ്സ് വാങ്ങാൻ പറ്റാത്തവർ, ഇപ്പൊ പച്ച കളറിലുള്ള പുടവ വാങ്ങാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ താമ്പൂലത്തിൽ തേങ്ങ വെച്ച് കൊടുത്തോളുക. ശരിയാ? ഇങ്ങനെ ചെയ്യുമ്പോൾ മഹാപെരിയവരുടെ അരുളും നമുക്കിരിക്കും, കാമാക്ഷി അമ്മനോട് അരുളും നമുക്ക് വന്നു ചേരും. വരാഹി അമ്മനക്ക് ഫേസ്റ്റിൽ നിങ്ങൾ വഴിപാട് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാവൂ. നിങ്ങൾ എന്ത് കേൾക്കുന്നുവോ അത് അങ്ങനെയേ നിങ്ങൾക്ക് നടത്തി തന്നിരിക്കും. സോ 16 നാളുകൾ കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങളിത് ചെയ്തോളുക. ഇങ്ങനെ ഒരു പ്രൊസീജിയർ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് പകർന്നു തരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ ബുദ്ധിമുട്ട് വരുമ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ചെയ്തു നോക്കിക്കോളുക. ബുദ്ധിമുട്ട് വരണം എന്നില്ല. നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ കൂടെയും ഇത് നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡ്. നിങ്ങളൊന്ന് ചെയ്തു നോക്കിക്കോളൂ. ഇനി വീഡിയോ കാണുന്നവർക്ക് ഡൗട്ട് വരും, അയ്യോ 16 നാള് ഞാൻ എങ്ങനെ നോൺ വെജ് കഴിക്കാതിരിക്കുന്നതെന്ന്. ഈ മുറ ചെയ്യുന്നവര് കൃത്യമായിട്ട് കണ്ടിപ്പാ നോൺ വെജ് കഴിക്കാതിരിക്കണം. നമുക്കൊരു കാര്യം നടക്കണമെങ്കിൽ നമ്മൾ കുറച്ച് പ്രയത്നിക്കണമില്ലേ. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ നോൺ വെജ് കഴിക്കാൻ പാടില്ല. നിങ്ങൾക്ക് വീട്ടിലുള്ള മറ്റംഗങ്ങൾക്ക് അത് കുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശരിയാ? ഈ മുറ ചെയ്യുന്നവര്, വിളക്ക് വയ്ക്കുന്നവര്, ഈ മന്ത്രം ചൊല്ലുന്നവര്, വെറ്റിലയിൽ മന്ത്രം എഴുതുന്നവര്, ഇവര് കറക്റ്റായിട്ട് നിങ്ങൾ ഒരിക്കലും നോൺ വെജ് ഈ ദിവസങ്ങളിൽ കഴിക്കാനേ പാടില്ല. കാരണം അത്രയ്ക്കും കൈവെള്ളയിൽ കൊണ്ടുവയ്ക്കുന്ന മാതിരി നമുക്ക് ബലം കിട്ടുന്നതാണ്. കുറച്ച് കഷ്ടപ്പെട്ടാൽ മാത്രമേ നമ്മൾക്ക് അതിന് തകുന്ന മാതിരി റിസൾട്ടും കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് എടുത്തെടുത്ത് പറയുന്നത്. ഇത്രയും നിങ്ങൾ ചെയ്താൽ മതി. ഇനി വന്നിട്ട് ഈ 16 ദിവസത്തെ വെറ്റില ഉണ്ടല്ലോ, ചേർത്ത് വയ്ക്കാൻ ഒരു കവറിലിട്ട് വയ്ക്കാൻ പറഞ്ഞില്ലയോ, ആ വെറ്റില വന്നിട്ട് നിങ്ങൾ സാമ്പ്രാണി പുകയ്ക്കൂല്ലേ, ഈവനിങ്ങിൽ പുക കാണിക്കൂല്ലേ, അതിനത്തൊക്കെയായിട്ട് യൂസ് ചെയ്തോളുക, അതിലിട്ടോളുക. ഇല കാഞ്ചു പോയാൽ അത് നിങ്ങൾ പൊടിച്ചെടുത്തിട്ട് പൊടിയായിട്ട് യൂസ് ചെയ്യാം. എന്നിട്ട് സാമ്പ്രാണി പുകയ്ക്കുമ്പോൾ അതിൽ ഇട്ടോളുക. അത് എന്തിനാച്ചാല് വീട്ടിലിരിക്കുന്ന എല്ലാ കെട്ട വിഷയങ്ങളും, മീൻസ് വീട്ടിൽ എന്തെങ്കിലും ദുർശക്തികൾ ഉണ്ടെങ്കിൽ അത് വെളിയിൽ അപ്പാടെ ഓടിപ്പോയിടും. ശരിയാ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചോളൂ. ഇന്നത്തെ പതിവ് പിടിച്ചിരുന്നാല് വീഡിയോ ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.